നിഴൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് വടക്കൻ ഇറാഖിലെ ഇർബിലിന് സമീപം അത്യന്തം ഗൗരവകരമായ ഒരു ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇറാൻ വിരുദ്ധ സായുധ ഗ്രൂപ്പുകളുടെ ക്യാമ്പിന് നേരെ നടന്ന ഈ ആക്രമണം കേവലം ഒരു സ്ഫോടനത്തിലുപരി മേഖലയിലെ നിലവിലുള്ള അസ്ഥിരതയെ ആളിപ്പടർത്താൻ പോന്ന ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഈ നീക്കം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നയതന്ത്ര ലോകം. ഇർബിലിന് സമീപമുള്ള ഇറാനിയൻ പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ താവളത്തെ ലക്ഷ്യം വെച്ചാണ് അജ്ഞാത ഡ്രോണുകൾ എത്തിയത്. അവിടെയുള്ള ആയുധ വെടിക്കോപ്പ് സംഭരണശാലയെ നേരിട്ട് ബാധിച്ചതോടെ അതിശക്തമായ പൊട്ടിത്തെറികളാണ് ഉണ്ടായത്. ആയുധപ്പുരയ്ക്കുള്ളിലെ സ്ഫോടക വസ്തുക്കൾ ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചതോടെ പ്രദേശം യുദ്ധക്കളത്തിന് സമാനമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു. കിലോമീറ്ററുകൾ അകലെയുള്ളവർക്ക് പോലും ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല എന്നത് ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിന്റെ രീതിയും തെരഞ്ഞെടുത്ത ലക്ഷ്യവും പരിശോധിച്ചാൽ ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കൃത്യമായ സൈനിക ഓപ്പറേഷൻ ആണിതെന്ന് വ്യക്തമാണ്. മേഖലയിൽ ഇറാൻ പിന്തുണയുള്ള ശക്തികളും കുർദിഷ് പ്രതിപക്ഷ വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നീക്കം അതീവ ഗൗരവമുള്ളതാണ്. ഈ ഡ്രോൺ ആക്രമണം വെറുമൊരു പ്രാദേശിക തർക്കത്തിന്റെ ഫലമായി കാണാൻ കഴിയില്ല. ഇത് മേഖലയിൽ ഇറാൻ പിന്തുണയുള്ള ശക്തികളും അവരുടെ എതിരാളികളും തമ്മിലുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. വടക്കൻ ഇറാഖിൽ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ബാഗ്ദാദിലെ ഭരണകൂടത്തിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം മണ്ണിലെ വിദേശ ശക്തികളും സായുധ ഗ്രൂപ്പുകളും തമ്മിൽ നടത്തുന്ന ഈ ഏറ്റുമുട്ടൽ രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് കാണപ്പെടുന്നത്. ആയുധപ്പുരയ്ക്ക് നേരെ നടന്ന ഈ ആക്രമണം ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകളുടെ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദീർഘകാലത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ശേഖരിച്ചു വെച്ച ആയുധങ്ങളാണ് നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലായത്. ഇത് ഈ ഗ്രൂപ്പുകൾക്ക് സൈനികമായും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ സുരക്ഷിത കേന്ദ്രങ്ങൾ പോലും ഇനി സുരക്ഷിതമല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത്. മേഖലയിൽ ഇറാൻ പിന്തുണയുള്ള സൈന്യവും കുർദിഷ് പ്രതിപക്ഷ ഗ്രൂപ്പുകളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾക്ക് കാരണമായേക്കാം. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് ഇത്തരം നിഴൽ യുദ്ധങ്ങൾ തുടരുന്നത് സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. ആയുധപ്പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ തീവ്രത വരും ദിവസങ്ങളിൽ കൃത്യമായി കണക്കാക്കപ്പെടും. ഉപഗ്രഹ ചിത്രങ്ങളും മറ്റു തെളിവുകളും പരിശോധിക്കുന്നതിലൂടെ ഏത് തരത്തിലുള്ള ഡ്രോണുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് എങ്ങനെ ഡ്രോണുകൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നതും ഗൗരവകരമായ വിഷയമാണ്. ഈ ആക്രമണം നടന്നത് ഒരു തന്ത്രപരമായ സമയത്താണ്. മേഖലയിലെ പ്രധാന ശക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇത്തരം സ്ഫോടനങ്ങൾ എരുത്തിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുകയും സൈനിക നടപടികൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം മിഡിൽ ഈസ്റ്റിനെ മറ്റൊരു വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമോ എന്ന ഭീതി ശക്തമാണ്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖല ദീർഘകാലമായി ഇത്തരം പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങൾ മേഖലയിലെ പ്രാദേശിക സുരക്ഷയെയും സാരമായി ബാധിക്കും. തങ്ങളുടെ മണ്ണിൽ ഇത്തരം യുദ്ധങ്ങൾ നടക്കുന്നത് അനുവദിക്കില്ലെന്ന് പ്രാദേശിക ഭരണകൂടം ആവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി അത് തടയുക പ്രയാസകരമാണ്. അജ്ഞാത ഡ്രോണുകളുടെ ഈ വിളയാട്ടം ആഗോളതലത്തിലും വലിയ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ആയുധപ്പുര തകരുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് മേഖലയിലെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട്. സുരക്ഷിതമെന്ന് കരുതിയ ഇടങ്ങൾ പോലും ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെയും ആശങ്കയിലാക്കുന്നു. ഈ നിഴൽ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമാണ്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ അവരുടെ സൈനിക നീക്കങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പലരും ഈ നീക്കത്തെ കാണുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങളെ തകർക്കുന്നത് പുതിയൊരു യുദ്ധരീതിയായി മാറിയിരിക്കുന്നു. ഇത് തടയാൻ പരമ്പരാഗത സൈനിക സംവിധാനങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നത് വലിയൊരു പോരായ്മയാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വളർച്ച യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. വലിയ സൈനിക വിന്യാസമില്ലാതെ തന്നെ ശത്രുവിന്റെ ഹൃദയഭാഗത്ത് പ്രഹരമേൽപ്പിക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇർബിലിലെ ആയുധപ്പുര തകർത്ത ഡ്രോണുകൾ എത്ര ദൂരത്തു നിന്നാണ് നിയന്ത്രിക്കപ്പെട്ടത് എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്.
മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി നടക്കുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തെ തകർക്കുന്നു. ഇർബിലിലെ സ്ഫോടനം മേഖലയിലെ നിഴൽ യുദ്ധം കൂടുതൽ സ്ഫോടനാത്മകമാകുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഈ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ സങ്കീർണതകൾ കാരണം ഇത്തരം അന്വേഷണങ്ങൾ പലപ്പോഴും പാതി വഴിയിൽ നിലച്ചു പോകാറാണ് പതിവ്. എങ്കിലും സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് മേഖലയിലെ സുസ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ഇർബിലിലെ ആയുധപ്പുരയിലുണ്ടായ സ്ഫോടനം കേവലം ഒരു പ്രാദേശിക സംഭവം മാത്രമല്ല എന്നുറപ്പിക്കാം. ഇത് മേഖലയിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സൈനിക കിടമത്സരത്തിന്റെയും പ്രകടമായ അടയാളമാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ നിഴൽ യുദ്ധം ഒരു വലിയ പ്രാദേശിക സംഘർഷത്തിലേക്ക് വളരുമോ എന്നതാണ് ഇപ്പോൾ ലോകത്തിന് മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യം.